നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കടൽ കയറിയ എടവനക്കാട്ടെ തീരദേശവാസികൾ ദുരിതക്കയത്തിൽ. ദുരിതമനുഭവിക്കുന്ന തീരദേശവാസികളുടെ പ്രശ്നങ്ങൾ അറിയുന്നതിനും സാന്ത്വനം പകരുന്നതിനുമായി മനുഷ്യാവകാശ സംഘടനയായ HSMHR പ്രവർത്തകർ എത്തി. PK നൌഷാദ് പൊതുപ്രവർത്തകർ മാതൃകയാക്കേണ്ട വ്യക്തിത്വമെന്ന് VD സതീശൻ. PK നൌഷാദിന്റെ സ്മരണാർത്ഥം PK നൌഷാദ് ഫൗണ്ടേഷൻ യു ബസാറിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VD സതീശൻ. വിനോദിനും സുജാതയ്ക്കും ഈ നിമിഷം ഭാഗ്യക്കുറി കിട്ടിയ കണക്കെ അവിസ്മരണീയമായിരുന്നു. ഭർത്താവ് ഒഴിയുന്ന സീറ്റിൽ ഭാര്യ ചുമതലയേൽക്കുന്ന അപൂർവ നിമിഷത്തിന് തൃശൂർ ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസ് സാക്ഷ്യം വഹിച്ചു. വാർത്തകൾ വിശദമായി. കടൽ കയറിയ എടവനക്കാട്ടെ തീരദേശവാസികൾ ദുരിതക്കയത്തിൽ. ദുരിതമനുഭവിക്കുന്ന തീരദേശവാസികളുടെ പ്രശ്നങ്ങൾ അറിയുന്നതിനും സാന്ത്വനം പകരാനുമായി മനുഷ്യാവകാശ സംഘടനയായ HSMHR പ്രവർത്തകർ എത്തി. മനുഷ്യാവകാശ പ്രവർത്തകർക്ക് മുന്നിൽ നിരന്തരമുണ്ടാകുന്ന കടലാക്രമണത്തിൽ വലയുന്ന നിസ്സഹായരായവർ അവരുടെ ദുരിതപർവങ്ങളുടെ കെട്ടഴിച്ചു. കടൽ ഭിത്തികളുടെ ബലക്ഷയവും അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണവുമാണ് കടൽ ഇരച്ചു കയറി തീരദേശവാസികളുടെ ജീവിതത്തിൽ പ്രതിസന്ധിക്കിടയാക്കിയിട്ടുള്ളത്. മനുഷ്യാവകാശ പ്രവർത്തകർക്ക് മുന്നിൽ നിരന്തരമുണ്ടാകുന്ന കടലാക്രമണത്തിൽ വലയുന്ന നിസ്സഹായരായവർ അവരുടെ ദുരിതപർവങ്ങളുടെ കെട്ടഴിച്ചു. കടൽ ഭിത്തികളുടെ ബലക്ഷയവും അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണവുമാണ് കടൽ ഇരച്ചു കയറി തീരദേശവാസികളുടെ ജീവിതത്തിൽ പ്രതിസന്ധിക്കിടയാക്കിയിട്ടുള്ളത്. കടലിനെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് മത്സ്യബന്ധനത്തിന് പോലും നിവൃത്തിയില്ലാതെ നിരവധി കുടുംബങ്ങൾ പട്ടിണിയിലാണ്. കടുത്ത കുടിവെള്ളക്ഷാമത്തിന് പുറമെ നിരന്തരമായ വൈദ്യുതി തകരാർ മൂലം ജീവിതം ദുരിതമയമാണ്. നിരവധി കുടുംബങ്ങൾ ക്യാമ്പിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. പല കുടുംബങ്ങളും വീട് വിട്ടൊഴിയാതെ വിധിയെ പഴിച്ച് അവിടെ തന്നെ കഴിയുകയാണ്. ചെന്നൈ IITയുടെ 2014 പഠന റിപ്പോർട്ട് പ്രകാരം പ്രശ്നപരിഹാരത്തിന് 13 പുലിമുട്ടുകളും സീവാളും പണിയണമായിരുന്നു. എന്നാൽ 4 പുലിമുട്ടുകൾ മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത്. 2 പതിറ്റാണ്ടായി ഒരു മെയിൻ്റനൻസ് പോലും നടക്കുന്നില്ല. തീരദേശവാസികളുടെ പ്രതിഷേധമുയരുമ്പോൾ താൽക്കാലിക ആശ്വാസമായി ചാക്കിൽ മണൽ നിറച്ചിടുക മാത്രമാണ് ചെയ്യുന്നത്. ചെല്ലാനത്ത് ചെയ്തതുപോലെ ടെട്രോപാഡ് പാക്ക് ചെയ്യണമെന്ന് സമരസമിതി കൺവീനർ സുനിൽകുമാറും കൺവീനർ സംജാദും പറഞ്ഞു. കടൽക്ഷോഭത്തിൽ ദുരിതമനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് HSMHR സംസ്ഥാന ചെയർമാൻ ഹാരിസ് കൊടുങ്ങല്ലൂർ പറഞ്ഞു. വൈസ് ചെയർമാൻ MA ആനന്ദൻ, ട്രഷറർ രശ്മി വളാഞ്ചേരി, ജനറൽ സെക്രട്ടറി ബിന്ദു ബിജു, ഹൈപ്പവർ കമ്മിറ്റി അംഗം PK ഷജീർ, മീഡിയ കോർഡിനേറ്റർ MK സുബ്രഹ്മണ്യൻ, എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം റോഷൻ ആലുവ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. മീഡിയ ടൈം, പറവൂർ. PK നൌഷാദ് പൊതുപ്രവർത്തകർ മാതൃകയാക്കേണ്ട വ്യക്തിത്വമെന്ന് VD സതീശൻ. എറിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും മുസ്ലിം സൊസൈറ്റി സ്ഥാപകരിൽ മുൻനിരയിൽ നിന്നിരുന്നതും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന PK നൌഷാദിന്റെ സ്മരണാർത്ഥം PK നൌഷാദ് ഫൗണ്ടേഷൻ യു ബസാറിൽ സംഘടിപ്പിച്ച SSLC+2 ഉന്നത വിജയം കൈവരിച്ചവരെയും 70 വയസ്സ് പൂർത്തിയാക്കിയവർക്ക് പുതുവസ്ത്രം നൽകുകയും ചെയ്യുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇന്ത്യയിലെ നീറ്റ് പരീക്ഷകളിലുണ്ടായ അപകടകരമായ പ്രവണത ഏവരെയും ഭയപ്പെടുത്തുന്നതാണ്. ഇത്തരം പ്രവണതകൾ ഉണ്ടാകാതെ വിദ്യാർത്ഥികളുടെ മനോവീര്യം കെടുത്താതെ നോക്കാൻ സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. മുൻ MP PK ധനപാലൻ പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു. ഫൗണ്ടേഷൻ ചെയർമാൻ ബഷീർ കൊണ്ടാമ്പുള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിന് ഫൗണ്ടേഷൻ ജനറൽ കൺവീനർ PC മുജീബ് റഹ്മാൻ സ്വാഗതം പറഞ്ഞു. പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിലെ 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ പ്രവേശനോത്സവം നടന്നു. മുസ്ലിസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ സ്വാഗതോത്സവമായ വിജ്ഞാനോത്സവം മുൻ തൃശൂർ DD ഡോക്ടർ ജോജോ മോൻ എന്നെ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദു ഷർമിള TK അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ദിനൽ, വാർഡ് കൗൺസിലർ PN വിനയചന്ദ്രൻ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ G ഉഷാകുമാരി, IQAC കോർഡിനേറ്റർ ഡോക്ടർ ലൗലി ജോർജ്, PTA വൈസ് പ്രസിഡന്റ് ശ്രീ സുനിൽ ദത്ത്, ഓഫീസ് സൂപ്രണ്ട് ശ്രീ ഷാജി PC, കോളേജ് യൂണിയൻ പ്രതിനിധി ഋഷികേശ് ബാബു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പ്രസ്തുത പരിപാടിയിൽ ആന്റി റാഗിംഗ് സെൽ കോർഡിനേറ്റർ ഡോക്ടർ ഷാജി EM റാഗിംഗ് വിരുദ്ധ ബോധവൽക്കരണവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം സപ്ന KS 4 വർഷ ബിരുദം സംബന്ധിച്ച ബോധവൽക്കരണവും നിർവഹിച്ചു. കോർഡിനേറ്റർ ഡോക്ടർ രമണി KK സ്വാഗതവും PTA സെക്രട്ടറി ഡോക്ടർ വിനയ് ശ്രീ S നന്ദിയും പറഞ്ഞു.
നവാഗതർക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് സീനിയർ വിദ്യാർത്ഥികളുടെ സംഗീത നൃത്ത പരിപാടികൾ അരങ്ങേറി. 12 മണി മുതൽ തിരുവനന്തപുരം സർക്കാർ വിമൻസ് കോളേജിൽ വെച്ച് ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും ചേർന്ന് നിർവഹിക്കുന്ന സംസ്ഥാനതല വിജ്ഞാനോത്സവ ഉദ്ഘാടനം പരിപാടിയുടെ തത്സമയ സംപ്രേഷണവും ഒരുക്കിയിരുന്നു. മാള കാർമൽ കോളേജിൽ 2024-25 അധ്യയന വർഷത്തെ നവാഗതർക്കുള്ള 4 വർഷ UG പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം വിജ്ഞാനോത്സവം 2024 മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷാൻഡി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം വിവിധ സംസ്കൃതികളിൽ നല്ല വിജയിച്ചവർക്കും ഇവിടെ സമാനതകൾ നടക്കുന്നത് അവർക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഉദയ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഡോക്ടർ സിസ്റ്റർ വിമല CMC മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ റിനി റാഫേൽ CMC അധ്യക്ഷയായിരുന്നു. മാള പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ബാബു, പഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീമതി നിത ജോഷി, PTA വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാധിക KC എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഡോക്ടർ ബിന്ദു KB, മിസ് ഗ്രേറ്റൽ ഫ്രാൻസിസ്, ഡോക്ടർ ജിയോ ജോസഫ് എന്നിവർ സംസാരിച്ചു. വിവിധ സെമസ്റ്ററുകളിൽ അക്കാദമിക് വിജയികളായവർക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു. വിനോദിനും സുജാതയ്ക്കും ഈ നിമിഷം ഭാഗ്യക്കുറി കിട്ടിയ കണക്ക് അവിസ്മരണീയമായിരുന്നു. ഭർത്താവ് ഒഴിയുന്ന സീറ്റിൽ ഭാര്യ ചുമതലയേൽക്കുന്ന അപൂർവ നിമിഷത്തിന് തൃശൂർ ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസ് സാക്ഷ്യം വഹിച്ചു. കൊടുങ്ങല്ലൂർ സ്വദേശിയായ PB വിനോദ് കഴിഞ്ഞ 3 വർഷമായി തൃശൂർ ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസറായി ജോലി ചെയ്തു വരികയായിരുന്നു. കൊടുങ്ങല്ലൂർ സ്വദേശിയായ PB വിനോദ് കഴിഞ്ഞ 3 വർഷമായി തൃശൂർ ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസറായി ജോലി ചെയ്തു വരികയായിരുന്നു. ആലപ്പുഴ ജില്ലാ ഭാഗ്യക്കുറി ഓഫീസറായി വിനോദിന് സ്ഥാനക്കയറ്റം ലഭിച്ചതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് വിനോദിന്റെ ഭാര്യ സുജാത എത്തിയത്. സർക്കാർ സർവീസിൽ ഭാര്യയ്ക്ക് ഔദ്യോഗിക ചുമതല കൈമാറുകയെന്ന അപൂർവ ഭാഗ്യം വിനോദിനും ഭർത്താവിൽ നിന്നും ചുമതലയേൽക്കാനുള്ള അവസരം സുജാതയ്ക്കും ലഭിച്ചു. കഴിഞ്ഞ 23 വർഷമായി വിനോദും 18 വർഷമായി സുജാതയും ഭാഗ്യക്കുറി വകുപ്പിൽ ജോലി ചെയ്തു വരികയാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. തുമ്പൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഞാറ്റുവേല മഹോത്സവത്തിന് സമാപന സമ്മേളനം ബഹുഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വേളൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KS ധനീഷ് അധ്യക്ഷത വഹിച്ചു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ഉണ്ണികൃഷ്ണൻ, വാർഡ് മെമ്പർ രഞ്ജിത ഉണ്ണികൃഷ്ണൻ, VFPCK മുൻ പ്രസിഡന്റ് ജോൺ കുറ്റിയിൽ, കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് മണപ്പറമ്പിൽ, ലിജോ ലൂവിസ് പുല്ലൂക്കര എന്നിവർ പ്രസംഗിച്ചു. കലാഭവൻ ഫൗണ്ടേഷൻ ഓടപ്പഴം പുരസ്കാരം നേടിയ നാടൻപാട്ട് കലാകാരൻ സമയ കലാഭവൻ ഷനോജിനെ ചടങ്ങിൽ മന്ത്രി പൊന്നാട ചാർത്തി ആദരിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ TS സജീവൻ സ്വാഗതവും സെക്രട്ടറി ഇൻചാർജ് KS മനോജ് നന്ദിയും പറഞ്ഞു. വിവിധ ദിവസങ്ങളിലായി പാട്ട്, കവിത, വർത്തമാനം, കവിയരങ്ങ്, കൈകൊട്ടിക്കളി, നാടൻപാട്ടുകൾ തുടങ്ങി വിവിധ കലാപരിപാടികൾ അനുബന്ധമായുണ്ടായിരുന്നു. വെണ്ണൂർ ആലത്തൂർ ഗ്രാമീണ വായനശാലയുടെ വനിതാവേദിയുടെയും ബാലവേദിയുടെയും ആഭിമുഖ്യത്തിൽ ഓണപ്പൂവും പച്ചക്കറിയും അന്നമനട ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലളിത ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ജിൻഷിത് ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ഡിംപിൾ ശശി, ദിജീഷ് PS എന്നിവർ സംസാരിച്ചു. ആദ്യഘട്ടത്തിൽ ചെണ്ടുമല്ലി, വെണ്ടക്കായ എന്നിവയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. പുത്തഞ്ചിറ പിണ്ടാണി സെന്റ് പോൾ കുരിശുപള്ളിയിൽ സ്വർഗീയ മധ്യസ്ഥൻ വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി കുർബാന, തിരുനാൾ സന്ദേശം, പ്രദക്ഷിണം, നേർച്ചഭക്ഷണ വിതരണം എന്നിവ നടന്നു. റവറന്റ് ഫാദർ ജോസ് മാളിയേക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കടൽ കയറിയ എടവനക്കാട്ടെ തീരദേശവാസികൾ ദുരിതക്കയത്തിൽ. ദുരിതമനുഭവിക്കുന്ന തീരദേശവാസികളുടെ പ്രശ്നങ്ങൾ അറിയുന്നതിനും സാന്ത്വനം പകരുന്നതിനുമായി മനുഷ്യാവകാശ സംഘടനയായ HSMHR പ്രവർത്തകർ എത്തി. PK നൌഷാദ് പൊതുപ്രവർത്തകർ മാതൃകയാക്കേണ്ട വ്യക്തിത്വമെന്ന് VD സതീശൻ. PK നൌഷാദിന്റെ സ്മരണാർത്ഥം PK നൌഷാദ് ഫൗണ്ടേഷൻ യു ബസാറിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VD സതീശൻ.
വിനോദിനും സുജാതയ്ക്കും ഈ നിമിഷം ഭാഗ്യക്കുറി കിട്ടിയ കണക്കെ അവിസ്മരണീയമായിരുന്നു. ഭർത്താവ് ഒഴിയുന്ന സീറ്റിൽ ഭാര്യ ചുമതലയേൽക്കുന്ന അപൂർവ നിമിഷത്തിന് തൃശൂർ ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസ് സാക്ഷ്യം വഹിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.